ഹലോ ടു ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോണത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 നമ്മൾ 3 ടൈപ്പ് ലിറ്ററേച്ചറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് എസ്സേ, ഒന്ന് ഷോർട്ട് സ്റ്റോറി, ഒന്ന് പോയമാണ്. അതിൽ എസ്സേയും ഷോർട്ട് സ്റ്റോറിയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പബ്ലിക് വീഡിയോ ആയിട്ട്. ഇപ്പോൾ ക്രാഷ് കോഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. ദി ബ്ലെസ്ഡ് ഡാമോസേൽ, ഇത് നമുക്ക് വായിക്കുന്ന സമയത്ത് പോയം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു വിർജിൻ മേരിന്നോ അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഹെയർന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജസ്റ്റ് വാക്കുകൾ മാത്രമാണ് നമുക്കിതിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു പോയം അർത്ഥം വെച്ചിട്ട്, അതായത് ഓരോ മീനിങ് വൈസ് ഈ പോയം പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉപകാരപ്പെടുക ഇതിൻ്റെ സമ്മറി പഠിക്കുമ്പോഴാണ്. അതായത് ഈ കഥ എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ഇതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് അതിൻ്റെ സമ്മറി നമുക്കിപ്പോൾ ആദ്യമായിട്ട് നോക്കാം. സമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഉൾക്കൊള്ളുന്നത് ആ ഒരു കവിതയിൽ എന്നുള്ളത് ആദ്യം നോക്കിയതിന് ശേഷം അതിൻ്റെ കഥ മനസ്സിലാക്കിയിട്ട് നമുക്ക് പിന്നെ ആ ഒരു പോയം വിശദമായിട്ട് നോക്കാം കേട്ടോ. Then, the blessed damozel is constrained in heaven. Heaven എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വർഗ്ഗമാണ് അല്ലേ. അതായത് സ്വർഗത്തിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള, സ്വർഗത്തിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ഒരു രീതിക്കാണ് ഈ പോയത്തിനെ ഓദർ ആരാണ്? എഴുത്തുകാരൻ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. Her eyes are still and devoid of emotion. More precisely, they are like deep waters. ഇത് ഇവിടെ ഹെർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണ്? അവൾ. ആരാണ് അവൾ? ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണ്. ബ്ലെസ്ഡ് ഡാമോസേൽ എന്നാണ് ആ പെൺകുട്ടീനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഹെഡിങ്ങുമായിട്ട് വരുന്നത്. ഡാമോസേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കന്യക അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത ഒരു സ്ത്രീ എന്നൊക്കെയാണ് ഡാമോസേൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പെൺകുട്ടീൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഈ ഒരു പോയം ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോവുകയാണ്. സ്വർഗത്തിൽ പോയതിന് ശേഷം ഇവളുടെ ലവറിനെ, പാർട്ട്ണറിനെ എന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. ആൻഡ് അവനോടൊപ്പമുള്ള ആ ഒരു ഓരോ ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടാവില്ല, ഓരോ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെത്തിയാൽ എന്താണ്? എല്ലാവരും സ്വർഗമാണ് ആഗ്രഹിക്കുന്നതല്ലേ എല്ലാവരും. പക്ഷേ ഈ പെൺകുട്ടി സ്വർഗത്തിലെത്തിയിട്ടും ഭൂമിയിൽ അധിക നാൾ ഇവളുടെ പാർട്ട്ണറോടൊപ്പം, ഇവളുടെ ലവറോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യുന്നത്, ഓരോന്ന് ആലോചിക്കുന്നതുമാണ് ഈ പോയം എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ അവളുടെ ആ ഒരു അപ്പിയറൻസ്, ഒരാളിനെ കാണുമ്പോൾ ഉള്ള ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, ആ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് ആണ്. നല്ല ക്ലിയർ ഐസ് എന്നൊക്കെ പറയില്ല. അതായത് ഡീപ്പ് വാട്ടേഴ്സിനേക്കാളും എന്താണ്? ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള നല്ല ക്ലിയർ ഐസാണ്, കണ്ണുകളാണ് അവൾക്കുള്ളത്. അതേപോലെ ഈ ഇംഗ്ലീഷ് സിനിമാസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ, ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു മുടിയായിരിക്കും. നമ്മുടെ ബ്ലാക്ക് കളർ അല്ലാതെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു മുടിയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ പെൺകുട്ടിക്കും, നമ്മുടെ പോയത്തിലെ പെൺകുട്ടിക്കും അത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന ഒരു മുടിയാണ് അവൾക്കുള്ളത്. അതേപോലെ പിന്നെ അവളുടെ കണ്ണിനെ പറ്റിയിട്ടും, പിന്നെ അവളുടെ കയ്യിൽ 3 ലില്ലി പൂക്കളുണ്ട്. ആ 3 എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഒരു കവിത മെയിനായിട്ടും ക്രിസ്ത്യൻ ഒരു റിലീജിയസ് പരമായിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു കവിതയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടിയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കവിത എക്സാമിൻ ചെയ്യാനായിട്ട്. 3 ലില്ലിപ്പൂക്കളാണ് അവളുടെ കയ്യിലുണ്ടായിരുന്നത്. ആ 3 ലില്ലിപ്പൂക്കൾ സൂചിപ്പിക്കുന്നത് ഹോളി ട്രിനിറ്റീനെയാണ്. ഓക്കെ, അത് നമ്മൾ അവസാനം പറയാം. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഇവളുടെ ലവറും ഇതേപോലെ സങ്കടത്തിലാണ്, ഇവളെ പോലെ തന്നെ സങ്കടത്തിലാണ്. പക്ഷേ ലവർ എവിടെയാണുള്ളത്? എർത്തിലാണുള്ളത്, ഭൂമിയിലാണുള്ളത്. ഇവൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഓരോ യൂണിവേഴ്സിലാണല്ലേ. അപ്പോൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇവനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുകയാണ്. ആൻഡ് വിചാരിക്കുകയാണ്, ഇത്ര കാലം പോലും നേരം പോലെ ഞങ്ങൾക്ക് ഭൂമിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഹാപ്പി ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവൾ ഒരു ഹോപ്പ് എന്നുള്ള നിലയിൽ വിചാരിക്കണം, ഒരു പ്രതീക്ഷ വെക്കുകയാണ്. അവനും ഇതേപോലെ സ്വർഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഞങ്ങൾ അത്രയും സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം പോലെ തന്നെ സ്വർഗത്തിലും ഞങ്ങൾക്ക് കഴിയാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിനും ഞങ്ങൾക്ക് കഴിയാൻ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹിക്കുകയാണ്, ഒരു ഹോപ്പ് വെക്കുകയാണ്, പ്രതീക്ഷ വെക്കുകയാണ്. എന്നിട്ട് വെർജിൻ മേരി ഞങ്ങളുടെ കൈ രണ്ടും, എൻ്റെയും അവൻ്റെയും കൈ രണ്ടും കൂടി ഒന്നാക്കി ജീസസിനെ ഞങ്ങൾ എന്ത് ചെയ്യുക? ക്രൈസ്റ്റിനെ കാണാൻ വേണ്ടി
വേണ്ടി പോകും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഹോപ്പ് വെച്ചിട്ട് വിചാരിക്കുന്നുണ്ട് ആ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ. പക്ഷേ അവൾ ലാസ്റ്റ് മനസ്സിലാക്കുകയാണ് താൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിൻ്റെ ആ ഒരു കവാടം എന്ന് പറയണത് ദൈവം അത് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പോയിട്ട് പറയണത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് അത്രയും സ്വർഗം എന്ന് പറയുമ്പോൾ അത്രയും സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് ആ ഒരു കവാടം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ്, അവൾക്ക് ആ ഒരു കവാടം തുറന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അവൾക്ക് ആ ഒരു കവാടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു എന്താണ് മറവ് വരികയാണല്ലേ. ഭൂമിയും സ്വർഗവും തമ്മിൽ ഒരു മറവ് വരുത്തുന്ന രീതിയിലുള്ളൊരു സാധനമായിട്ടാണ് ആ ഒരു കവാടത്തിനെ അവൾ കണക്കാക്കണത്. കാരണം അവൾക്ക് അവളുടെ ലവറിനെ കാണാനായിട്ടോ അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും മിണ്ടാനായിട്ടോ പറ്റണില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമം പറയുന്ന ആ ഒരു കവിതയാണിത്. തിരിച്ചും അവളുടെ ആയിട്ടുള്ള അവളുടെ പാർട്ട്ണർക്കും ഇതേ ഫീലിംഗ് ആണ്. അവളുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത്, ഒരു മരത്തിൻ്റെ ചോട്ടിലോ എന്തോ ഇരിക്കണ സമയത്ത് ഇങ്ങനെ എന്തോ അവളുടെ മുടി വന്നിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ തടവുന്നത് പോലെ അവന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് അവളുടെ മുടിയാണോ എന്നൊക്കെ വിചാരിച്ച് അവളുടെ ആ ഒരു മഞ്ഞ മുടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഇമേജറി ഒക്കെ വരുന്നുണ്ട്. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കുറേ പേർക്ക് എന്താണ് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. ഒരു ബേസിക്സും ചിലപ്പോൾ ഇല്ലാത്ത ആൾക്കാരായിരിക്കും വീഡിയോസ് കാണുന്നത്. അതുകൊണ്ടാണ് ഓരോ വാക്കിൻ്റെയും ഇങ്ങനെ മലയാള അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വിശദീകരിച്ച് തരാൻ നോക്കണത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി the thoughts that are hidden in the damozel mind are incomprehensible, just as it is impossible to perceive what lies beneath the surface of the pond. അതായത് ഈ ഒരു പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുളം. അതായത് അതിൻ്റെ അടിയിൽ എന്താണോ ഉള്ളതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്ത രീതിയിലുള്ളത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഒരു മൈൻഡും ഒക്കെയാണ്, മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സ്തംഭിച്ച രീതിയിലുള്ള ഒരു മൈൻഡൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് ഉള്ളത്. ഡാമോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കന്യക. ആ പെൺകുട്ടിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കണത്. ഷീ ഹാസ് 7 stars in her hair. അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ, അവളുടെ തലയിൽ, അവളുടെ മുടിയിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? 7 stars ഉണ്ട്. ആൻഡ് 3 lilies in her hand. അവളുടെ കയ്യിൽ 3 ലില്ലി പൂക്കളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ ഡാമോസൽസ് ഗൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഉടുപ്പ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഗൗൺ. ഈസ് ഹാങ്ങിങ് ഫ്രം ഹെർ വേസ്റ്റ് ടു ദി ഫ്ലോർ. അല്ലേ, വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റിൽ നിന്നും ആ ഒരു ഫ്ലോറിലേക്ക് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഒരു നമ്മൾ ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് ആ ഒരു രൂപത്തിലാണ് ആ ഒരു പെൺകുട്ടീനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ ഷി ഡസൻറ്റ് ഹാവ് എ ബക്കിൾ ഓർ ക്ലാസ്പ് ഓൺ. ബക്കിൾ ഓർ ക്ലാസ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് എടുത്ത് കുത്താനായിട്ടൊരു ബട്ടൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ ഈ ഗൗൺ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഷേപ്പൊന്നും ഇല്ലാതെ ആ ഗൗൺ ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഷീ ഓൾസോ ഡസൻറ്റ് ഹാവ് എനി എംബ്രോയിഡറി ഫ്ലവേഴ്സ്. ആ ഒരു ഗൗണിൽ എന്തുമില്ല എംബ്രോയിഡറി ഫ്ലവേഴ്സ്. അതായത് ഭയങ്കര ആഡംബര രീതിയിലുള്ള ഒരു ഗൗൺ അല്ല അത്. ജസ്റ്റ് ഒരു ഫ്ലോ ആയിട്ട് ബക്കിൾസ് ഒന്നും ഇല്ലാതെ ബട്ടൺസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ഗൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷീ ഈസ് വിയറിങ് എ വൈറ്റ് റോസ്, റെഡ് അല്ല സോറി, വൈറ്റ് റോസ് that the Virgin Mary gave her in appreciation for her self-services. Her back is covered with her ripe, yellow hair. കവേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത്രയും മുടി ഉണ്ടാവും അല്ലേ. യെല്ലോ ഹെയർ ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ് അവളുടെ ആ ഒരു പുറം ഭാഗം എന്ന് പറയുന്നത്. മാത്രമല്ല ആര് കൊടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് റോസാണ്. വൈറ്റ് റോസിനും വൈറ്റ് എന്നുള്ള കളറിനും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ നമ്മൾ ഈ ഒരു പോയം പഠിക്കുന്ന സമയത്ത് പോയത്തിൻ്റെ ഓരോ അർത്ഥങ്ങൾ എന്നുള്ളതിനേക്കാളും ഈ ഒരു പോയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. അതായത് 3 lilies, 3 lilies. ആ 3 എന്നുള്ള വാക്കിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹോളി ട്രിനിറ്റീനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വൈറ്റ് റോസ്, വൈറ്റ് എന്നുള്ള കളറിനും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ ആലോചിക്കാനായിട്ട് ഈ പോയം പഠിക്കുന്ന സമയത്ത്. വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത്രയും ശുദ്ധമായിട്ടുള്ള എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് എന്നുള്ള കളറ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയറ്റും അതിനെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി ഷീ ഫീൽസ് ആസ് ദോ ഷീ ഹാസ് ബീൻ ഇൻ ഹെവൻ ഫോർ എ സിംഗിൾ ഡേ. ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്താണ് ഹെവനിൽ വന്നതെന്ന് തോന്നാണ് അവൾക്ക്. ഒരു ദിവസമേ ആയിട്ടുള്ളൂ ഹെവനിൽ വന്നിട്ട് എന്നുള്ള രീതിക്കാണ് അവൾക്ക് തോന്നുന്നത്. ഷീ സിങ്സ് ഇൻ ദി choir ആൻഡ് ഹിസ് കോൺസ്റ്റൻ്റ്ലി പ്രേസിങ് ഗോഡ്. ഹെർ ഐസ് ആർ സ്റ്റിൽ ഫിൽഡ് വിത്ത് എസ്റ്റോണിഷ്മെൻറ്റ്. എസ്റ്റോണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതത്തിലാണ്. എസ്റ്റോണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതത്തിലാണ് ഇപ്പോഴും. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും. സ്റ്റിൽ അവളുടെ കണ്ണുകൾ ഇപ്പോഴും ഒരു അത്ഭുതത്തിലാണ്, എസ്റ്റോണിഷ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഷീ ഹാസ് ഓൺലി റീസെൻ്റ്ലി എൻറ്റേർഡ് ഹെവൻ. അവൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? സ്വർഗത്തിലേക്ക് ജസ്റ്റ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തായിട്ട്, ഈ അടുത്തായിട്ട്. എൻറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. റീസെൻ്റ്ലി എൻറ്റേർഡ് ഹെവൻ, ഹെവനിലേക്ക്, സ്വർഗത്തിലേക്ക് ഈ അടുത്തായിട്ട് പ്രവേശിച്ചിട്ടേ ഉള്ളൂ, തൊട്ടടുത്തായിട്ട് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. സോ ഷീ കണ്ടിന്യൂസ് ടു ബി ഇൻ വണ്ടർ ഓഫ് എവ്രിതിങ് ദർ. അതുകൊണ്ട് തന്നെ അല്ലെങ്കിലോ സ്വർഗത്തിൽ എത്ര നാൾ നിന്നാലും അതിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട്, അങ്ങനെയല്ല സ്വർഗത്തിനെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേട്ട് വളർന്നിരിക്കുന്നത്. സ്വർഗത്തിൽ ഇന്ന സാധനങ്ങളുണ്ട്, അത്രയും മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണെന്നൊക്കെയല്ല കേട്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ആശ്ചര്യമായിരിക്കും അല്ലേ, അല്ലോ അത്ഭുതമായിരിക്കും. ഇവള് റീസെൻ്റ്ലി ചെന്നിട്ടുള്ളതാണ്, ഇപ്പോൾ കയറി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? ഫുള്ള് അവൾക്ക് അത്ഭുതമാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും അവൾ ഭയങ്കര വണ്ടർ, ഭയങ്കര അത്ഭുതത്തിൽ ആദ്യമായിട്ട് കാണാണല്ലോ, അപ്പോൾ ഭയങ്കര അത്ഭുതത്തിൽ നോക്കിക്കാണാണ്. The people on earth who have lost the blessed damozel are very sad. സ്വർഗത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എർത്തിൽ, ഭൂമിയിലുള്ള ആൾക്കാർ എന്താണ് ഇവളെ നഷ്ടപ്പെട്ടതിൽ ഭയങ്കര ദുഃഖിതരാണ്. ടൈം മൂവ് സ്ലോലി ഇറ്റ് സീംസ്. ദേ ഹാവ് ദി ഇംപ്രഷൻ ദാറ്റ് 10 years have gone by. അങ്ങനെ സമയം ഇങ്ങനെ പോയോണ്ടിരുന്നു. അങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞു. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ അത്രയും ലോയലായിട്ടുള്ള പാർട്ട്ണർ ഇവളെ ഭൂമിയിൽ നിന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദി ഡാമോസൽസ് ലവർ ഫാൻറ്റസൈസസ് ഹാവിങ് ഹെർ ബെൻഡ് ഓവർ ഹിം സോ ഹി ക്യാൻ ഫീൽ ഹെർ ഹെയർ ഓൺ ഹെർ ഫേസ് ആൻഡ് ലോങ്സ് ഫോർ ഹെർ. അതായത് ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഭൂമിയിലാണ് ഇവനിരിക്കുന്ന സമയത്ത് അവൾ അവൻ്റെ മേലെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാന്നൊക്കെ പറയില്ല, എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാന്നൊക്കെ പറയില്ല. അങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവളുടെ ഹെയർ ഇവൻ്റെ മുഖത്ത് ഇങ്ങനെ തടവി പോകുന്ന പോലെ ഇവന് തോന്നിയിട്ട് എണീക്കുകയാണ്. പക്ഷെ അത് അവളുടെ ഹെയർ ആയിരുന്നോ? അല്ല. He discovers that the sensation he thought was his lover's hair was actually a leaf dropping. അതൊരു ഇലയായിരുന്നു, അല്ലാതെ അവളുടെ മുടിയായിരുന്നില്ല. അപ്പോൾ അവന് വീണ്ടും സങ്കടമാവാണ്. വിച്ച് ലൈക്ക് വൈസ് ഡിനോട്ട്സ് ദി പാസേജ് ഓഫ് ടൈം. അതായത് ടൈമിൻ്റെ ആ ഒരു പാസേജ്, സമയം എത്ര വർഷമായി, അവൾ മരിച്ചു കഴിഞ്ഞിട്ട് എത്ര വർഷമായി സ്വർഗത്തിൽ പോയിട്ട്? 10 വർഷമായി അല്ലേ. The blessed damozel is positioned on the barrier that God erected around heaven. This rampart represents the beginning of space. The blessed damozel cannot see the sun since it is so far from heaven. അതായത് ഇത് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞതാണ്. ആ ഒരു സ്വർഗത്തിൻ്റെ ആ ഒരു കവാടം എന്ന് പറയുന്നത് ദൈവം ആക്ച്വലി അത് ഒരു സേഫ്റ്റി എന്നുള്ള നിലയിലാണ് പണിത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ബ്ലസ്ഡ് ഡാമോസെയിലിന് എന്തായിട്ട് തോന്നുന്നുണ്ട്? അതൊരു തടസ്സമായിട്ട്, സൂര്യനെ പോലും അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല, അത്രയും തടസ്സമായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമായിട്ട് അവൾക്കത് തോന്നുന്നുള്ളൂ. ഒരു ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തടസ്സം. നമുക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചതാണ്, നമ്മൾ ക്ലാസ് കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും അല്ലേ. The fact that God's dwelling is located here makes heaven special. Outside heaven, there is a large area. It is actually filled with ether, a translucent substance, rather than being empty. The poet compares day and night to oppositely light and dark waves that move forward and backward. The earth is far away and appears to be a minuscule two-winged insect flying in circles as it revolves around the sun and itself. കേട്ടിട്ട് പേടിയായിട്ടുണ്ടാവും അല്ലേ? ഇത്രത്തോനെ ആ ഒരു സെൻറ്റൻസ്, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സെൻറ്റൻസസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു തരണത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. അതായത് ഈ ഒരു പാരഗ്രാഫിൽ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് പറയുന്നത് എർത്ത്
അതായത് ഭൂമി സ്വർഗത്തിൽ നിന്നും നോക്കണ സമയത്ത് സർഗ്ഗം മുകളിലും ഭൂമി താഴെയുമായിട്ടാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് നോക്കണ സമയത്ത് ഭൂമി ഒരു ചെറിയൊരു സർക്കിളായിട്ട്, ഒരു ടൈനി സർക്കിൾ, കുഞ്ഞൊരു സർക്കിളായിട്ടും ആ സർക്കിളിൽ ഇങ്ങനെ വണ്ട് ഇങ്ങനെ പൂവിന് ചുറ്റും വല വയ്ക്കണ പോലെ അത്രയും ചെറുതായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതായത് എർത്ത് ഇങ്ങനെ കറങ്ങുമല്ലോ, സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നണത്, അതായത് അത് സ്വർഗത്തിൽ നിന്നും നോക്കണ സമയത്ത് തോന്നണത് ഒരു വണ്ട്, ഒരു ചെറിയൊരു ഇൻസെക്റ്റ് കിടന്ന്, ഒരു ബേർഡോ ഒരു ഇൻസെക്റ്റോ കിടന്ന് ഇങ്ങനെ ചുറ്റുന്നത് പോലെ അത്രയും ചെറുതായിട്ടാണ് സ്വർഗത്തിൽ നിന്നും നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ പറയണത് ഭൂമി, സ്വർഗത്തിൽ ആരാണുള്ളത്? ദൈവമാണുള്ളത്. അപ്പോൾ ദൈവത്തിൽ സ്വർഗമുണ്ട്. ഈ സ്വർഗത്തിന് ശേഷം, സ്വർഗത്തിന് ചുറ്റുമായിട്ട് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശൂന്യമാണ്, അതായത് എംപ്റ്റി ആണ്. അതിൽ ഈത്തർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള, അതായത് ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് വേവ്സ്, അതായത് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്, ഡേ സമയം എന്തായിരിക്കും? ഡേ എന്ന് പറയുന്നത് എന്താണ്? പകൽ സമയം. പകൽ സമയം ലൈറ്റായിട്ടും, നൈറ്റ് രാത്രി സമയം എന്താണ്? ഡാർക്കായിട്ടും. അതുപോലെ തന്നെ മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, അതായത് ഒരു ദിവസം രാത്രി, പകൽ, രാത്രി, പകൽ, രാത്രി, അങ്ങനെ ആ ഒരു റിതം ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു രീതി കാണിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ ആ ഒരു പാരഗ്രാഫിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, സ്വർഗത്തിൽ നിന്നും നോക്കണ സമയത്ത് ഭൂമി അത്രയും ചെറുതായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, അതായത് ഈ റീസെൻ്റ്ലി അസെൻഡഡ് സോൾസ്, അതായത് ഇപ്പോൾ അയക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ കൂടെ പിന്നെയും ആൾക്കാരുണ്ട്, സ്വർഗത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഹാപ്പിയാണ് അല്ലേ? മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ദി ബ്ലെസ്ഡ് ഡാമോസൈൽ, അതായത് ഹാപ്പിയാണ്. അതേപോലെ ബ്ലെസ്ഡ് ഡാമോസൈലായിട്ട്, നമ്മുടെ പെൺകുട്ടിയായിട്ട് ഇവർ സൗഹൃദമൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ദി സ്പിരിറ്റ്സ് ആർ എൻഗേജിങ് ഇൻ ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് ഗെയിംസ് ദാറ്റ് എൻകറേജ് ഫ്രാറ്റേണിറ്റി. ഫ്രാറ്റേണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സൗഹൃദം എന്നുള്ള ആ ഒരു അർത്ഥം തന്നെയാണ് കേട്ടോ വരുന്നത്. ദേ ആർ അഡ്രസ്സിങ് വൺ അനദർ ബൈ ദെയർ ന്യൂ നെയിംസ് വിച്ച് റിഫ്ലക്ട് ദി പ്യൂരിറ്റി ജസ്റ്റ് they have attained. The fresh souls are ascending to God's throne. None of these things seem important to the blessed damozel. അതായത് അർത്ഥം അത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടവരില്ല എന്നുണ്ടെങ്കിൽ എത്ര ആൾ കൂടി നിൽക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആളിനെ മിസ് ചെയ്യും അല്ലേ? നമ്മുടെ ചുറ്റിനും എത്ര ആളുണ്ടെങ്കിലും നമ്മൾ ആരിനെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ നമ്മൾ മിസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോയത്തിലെ പെൺകുട്ടി ചുറ്റിനും എത്ര ആൾക്കാരുണ്ടെങ്കിലും, പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അവരൊക്കെ ഇവളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവൾക്കതൊന്നും, അവരെല്ലാവരും സൗഹൃദം സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട് ഇവനെയായിട്ട്, പക്ഷെ ഇവൾക്കതൊന്നും എന്ത് ചെയ്യണില്ല, ഒരു രസകരമായിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഗെയിംസ് ഒന്നും ഇവൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റണില്ല. ഇവൾക്കതൊന്നും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നണില്ല. കാരണം ഇവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എവിടെയാണ്? വേറൊരു ലോകത്താണ് അല്ലേ? Then the blessed damozel stoops and continues to gaze downwards from heaven at the world below. നമ്മുടെ പാവപ്പെട്ടിട്ടുള്ള ആ ഒരു പെൺകുട്ടി ആ ഒരു ഹെവനിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുകയാണ്. താഴെ എന്താണ്? ഭൂമിയാണ്, ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ, എന്നാലും ഒരു പ്രതീക്ഷ എന്നോണം താഴത്തേക്ക് ഇങ്ങനെ, താഴത്തുള്ള ഭൂമിയിലേക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. She has been leaning on the heavenly gold bar for a while and her breast begin to warm the bar. അതായത് ആ ഒരു ഗോൾഡൻ ബാർ, ആ ഒരു എൻട്രൻസ് ഡോർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സവിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ സ്വർഗത്തിൽ ഉണ്ടാവണ ആ ഒരു ഓരോ ഫർണിച്ചേഴ്സ് പോലെ നമ്മളിവിടെ പറയുന്നത് പോലെ സ്വർഗത്തിൽ എന്താണ്? ഗോൾഡൻ ബാർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലായിരിക്കുമ്പോൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള ആ ഓരോ ഗോൾഡൻ ബാറിലും അവൾ ഇങ്ങനെ ചാരി നിന്ന് അവളുടെ ആ ഒരു വിഷമം പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഡോറ്, അതായത് സ്വർഗത്തിൻ്റെ ആ ഒരു കവാടത്തിൻ്റെ അരികെ പോയി നിൽക്കുകയാണ്. എത്രത്തോളം, അത്രയെങ്കിലും ഞാൻ ഭൂമിയായിട്ട് ഇത്തിരി ക്ലോസ് ആവുമല്ലോ എന്നുള്ള രീതിക്ക്, അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മുടെ ബ്ലെസ്ഡ് ഡാമോസേൽ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണത്.
ദി ലിലീസ് ഷീ ഈസ് ഹോൾഡിങ് ഹാവ് ഫെയ്ഡഡ് ഈവൻ മോർ. അതായത് അവളുടെ കയ്യിലുള്ള ആ ലില്ലിപ്പൂക്കൾ ഇങ്ങനെ ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിറം മങ്ങുക, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുക, കേടുവരിക, അങ്ങനെ പതുക്കെ പതുക്കെ അത് നാശമാവുക എന്നൊക്കെയാണ് ഫെയ്ഡഡ് എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അവളുടെ കയ്യിലുള്ള ലില്ലിപ്പൂക്കൾ ഇങ്ങനെ പതുക്കെ 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 ഓരോ ടൈം മൂവ് ചെയ്യുന്തോറും എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് അപ്പിയേഴ്സ് ആസ് ദോ ലിലീസ് ആർ ഡോസിങ് ഓഫ്. ഇനി മെയിനായിട്ടും അതിൽ വരേണ്ട ഭാഗം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോക്കി വെക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്, ബ്ലെസ്ഡ് ഡാമോസെയിൽ ഓഫേഴ്സ് ടു ടേക്ക് ഹെർ ബിലൗഡ് ടു ദി ഗ്രൂവ്സ് വേർ ഷീ മൈറ്റ് വ്യൂ ദി വിർജിൻ മേരി ആൻഡ് ഹെർ 5 ഹാൻഡ് മെയ്ഡൻസ്. ഹാൻഡ് മെയ്ഡൻസ് എന്ന് പറയുന്നത് ദാസിമാർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 5 ഹാൻഡ് മെയ്ഡൻസ് ആണ് റൊസാലി, ഗെട്രൂഡ്, മാർഗരറ്റ്, സെസലി. ഈ ഒരു പേര് 5 ഓർത്ത് വയ്ക്കുക. പറ്റുന്നുണ്ടെങ്കിൽ 2 ഓർത്ത് വയ്ക്കുക, എറ്റ്സെട്ര എന്ന് പറഞ്ഞിട്ട് എഴുതാമല്ലോ. 2 എന്തായാലും പഠിച്ചിരിക്കണം. 5 പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ദിസ് യങ് വിമൻ ഹാവ് ദി സെയിം സിംഫോണിക് ഗുഡ് സ്പിരിറ്റ്. അതായത് ഈ ഒരു നമ്മുടെ ബ്ലെസ്ഡ് ഡാമോസെയിലിനും വെർജിൻ മേരിക്കൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മനസ്സാണ് ആർക്കുമുള്ളത്, ഈ ഒരു 5 ലേഡീസിനും 5 ഹാൻഡ് മെയ്ഡൻസിനും ദാസിമാർക്കും ഉള്ളത് എന്നാണ് പറയുന്നത്. ബ്രൈറ്റ് ബർത്ത് റോബ്സ് ആർ ബീയിങ് വോവൻ ബൈ ദി ഹാൻഡ് മെയ്ഡൻസ് ഫോർ individuals who passed away on earth and are reborn in heaven. അതായത് ബ്രൈറ്റ് ബർത്ത് റോബ്സ്, ഭൂമിയിൽ മരിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള തിളക്കമുള്ള ഓരോ വസ്ത്രങ്ങൾ, ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു വസ്ത്രങ്ങൾ നെയ്ത് വെക്കുന്നുണ്ട് ആര്, ഈ ഹാൻഡ് മെയ്ഡൻ. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ ഇത്രയും കഥ പറഞ്ഞിട്ട് ലാസ്റ്റ്ലി നമ്മളൊരു കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സമ്മറി എഴുതുമ്പോൾ ഷീ തിങ്സ് ദാറ്റ്, ഈ ഒരു സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഷീ തിങ്സ് ദാറ്റ് മേരി വിൽ ബി ടച്ച്ഡ് ബൈ ഹെർ ആഡന്റ് പ്രൊക്ലമേഷൻ ഓഫ് ലവ് ആൻഡ് വിൽ ഗീവ് ഹെർ ദി ഓപ്പർച്യൂണിറ്റി ടു കണ്ടിന്യൂ. അതായത് ഇവള് ഭയങ്കരമായിട്ടുള്ള സ്വപ്നം കാണാണ്, സ്വർഗത്തിൽ നിന്നിട്ടും പകൽ സ്വപ്നം കാണുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. എന്താണ്, വിർജിൻ മേരി ഇവളുടെ കൈ പിടിച്ച്, ഇവളുടെ ലവറിൻ്റെയും കൈ പിടിച്ച്, 2 കൈ ഒന്നാക്കി ഇവർ ക്രൈസ്റ്റിനെ കാണാൻ പോവും എന്നൊക്കെയുള്ളൊരു സ്വപ്നം എന്താണ്, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഒരു രീതിയിൽ സ്വപ്നം കാണുകയാണ്. ബട്ട് അറ്റ് ലാസ്റ്റ് ഓഫ് ദി പോയം ഷീ ഈസ് സാഡ് ബിക്കോസ് ദർ ഈസ് നോ ഇൻഡിക്കേഷൻ ദാറ്റ് ഹെർ ലവർ വിൽ എൻ്റർ പാരഡൈസ്. അതായത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം എന്താണ്, ഹാപ്പി ആയിട്ടാണോ പോയം എൻഡ് ചെയ്യണത്? അല്ല, ഭയങ്കര സാഡായിട്ടാണ് പോയം എൻഡ് ചെയ്യണത്. കാരണം ഇവളുടെ ഈ ഒരു പാർട്ട്ണർ, ഇവളുടെ ഈ ഒരു ലവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ യാതൊരു സൂചനയും ഇവൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവളെന്താണ്, ഭയങ്കര സാഡായിട്ട് വീണ്ടും റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വരികയാണ്. Then, analysis of the poem. Context. The context of a poem serves as the foundation for understanding it. എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, എന്ത്, ഫൗണ്ടേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് എസെൻഷ്യലി അബൌട്ട് ഹൗ എ പോയം ഈസ് ഇമ്പാക്റ്റഡ് ബൈ കൾച്ചർ, ഇവൻറ്റ്, ഹിസ്റ്റോറിക്കൽ പീരീഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് കമ്പോസ്ഡ്. അതായത് ആ ഒരു പോയം എഴുതുന്ന സമയത്തുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ഷോർട്ട് സ്റ്റോറിയിലൊക്കെ പറഞ്ഞതാണ്, എഡ്വേർഡിയൻ എറയിലാണ് H.H. മുൺറോ ആ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ ആളുകളും ഓരോ ജനവിഭാഗവും ഫോളോ ചെയ്യുന്ന കൾച്ചർ വേറെയായിരിക്കും. ഓക്കെ, അതും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്, ക്രിസ്മസോ ന്യൂ ഇയറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് കൺസിഡർ ചെയ്തിട്ടോ അങ്ങനെ പല രീതിയിൽ പോയം എഴുതാം. അങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിലാണോ ഈ പോയം എഴുതിയത് അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. The context of a poem can also include the background information of the poem while composing them. അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മളിപ്പോൾ സ്വർഗത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് പൂക്കൾ സമ്മാനിച്ചുകൊണ്ട് 3 ലില്ലിപ്പൂക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നല്ല ക്ലിയർ കണ്ണുള്ള, നല്ല ഗൗൺ, ഒരു ഫ്ലോ ആയിട്ടുള്ള ഗൗൺ ഇട്ടിട്ടുള്ള, മഞ്ഞ മുടിയുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്ത്യൻ ഫീലാണ് വരുന്നത്. ഒരു ക്രിസ്ത്യാനിറ്റിയാണ് അതിൽ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളത്. ദി ബ്ലെസ്ഡ് ഡാമോസിൽ ടെൽസ് ദി സ്റ്റോറി ഓഫ് എ യങ് വിമൻ ഇൻ ഹെവൻ ആൻഡ് ഹെർ ഡിവേസ്റ്റഡ് ലവർ ഓൺ എർത്ത്. നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ പെൺകുട്ടി എവിടെയാണ്, സ്വർഗത്തിലാണ്. അവളുടെ ലവർ എവിടെയാണ്, ഭൂമിയിലാണല്ലേ. ഹു ലോങ്സ് ടു ബി വിത്ത് ഹെർ ബട്ട് ഈവൻ അറ്റ് ദി എൻഡ് ഓഫ് ദി പോയം ദി കപ്പിൾ ഈസ് സ്റ്റിൽ അപ്പാർട്ട്. സാധാരണ രീതിയിൽ നമ്മളൊരു പോയം, കോമൺ ആയിട്ട് ഒരു ടിപ്പിക്കൽ പോയം അല്ല, എന്തെങ്കിലും ഒരു കഥയോ വായിക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ
തുടങ്ങി ലാസ്റ്റ് നായികയും നായകനും ഒന്നിക്കുന്നു, അങ്ങനെയുള്ള ആ ഒരു ക്ലൈമാക്സ് ഒക്കെ ആണല്ലോ നമുക്ക് ഇഷ്ടം. അതേപോലെ ഭൂരിഭാഗം കവിതകളിലും കഥകളിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, പോയത്തിൻ്റെ അവസാനവും ഇവർ ഒന്നിക്കണില്ല. ഇവരപ്പോഴും അതേപോലെ തന്നെ രണ്ട് ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ദി ലവർ ഈസ് ട്രാപ്ഡ് ഓൺ എർത്ത്. ലവർ എവിടെയാണ്? നമ്മുടെ ഡാമോസൈലിൻ്റെ ലവർ എവിടെയാണ്? എർത്തിലാണ്, ഓക്കെ, ഭൂമിയിലാണ്. ആൻഡ് ദി ഡാമോസൈൽ ഈസ് ട്രാപ്ഡ് ബിഹൈൻഡ് ദി ഗോൾഡ് ബാർസ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ ആ ഒരു സ്വർണത്തിൻ്റെ ആ ഒരു കവചത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡാമോസൈൽ, നമ്മുടെ പെൺകുട്ടി. ആൻഡ് അവളുടെ ലവർ എവിടെയാണ്? ഭൂമിയിലാണ്. അപ്പോൾ ഇവർക്ക് പോയത്തിൻ്റെ അവസാനം ഇവർ ഒന്നിക്കണമൊന്നുമില്ല കേട്ടോ. രണ്ടാളും അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും ഇവർ ഒന്നിക്കുന്നില്ല. Then themes. The poem's theme is its major topic, subject or message. അതായത് ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് അതിൽ ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണോ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ പോയം നിങ്ങൾക്ക് തരുമ്പോൾ വായനക്കാർക്ക് തരുന്ന ആ ഒരു മെസ്സേജ് എന്താണോ എന്നുള്ളതൊക്കെയാണ് ആ പോയത്തിൻ്റെ തീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ദി തീം ഓഫ് എ പോയം ടെൽസ് വാട്ട് ദി പോയം ഈസ് എബൌട്ട്. എന്തിനെ പറ്റിയിട്ടാണ് ആ പോയം, വെദർ ഇറ്റ് ഈസ് എബൌട്ട് നേച്ചർ, ലവ്, ലോസ്, പാട്രിയോട്ടിസം ഓർ എനിത്തിങ് എൽസ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോയം എന്തിനെ പറ്റിയിട്ടാണ്? ലവ് അല്ലേ, സ്നേഹത്തിനെ പറ്റിയിട്ടുള്ളൊരു പോയമാണത്. അതേപോലെ ഓരോ കാര്യത്തെ പറ്റിയിട്ടും, പ്രകൃതിയെ പറ്റിയിട്ട്, അങ്ങനെ ഓരോ കാര്യത്തെ പറ്റിയിട്ടുമുള്ള പോയംസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ലവ് അല്ലേ, വിരഹം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. Poems can contain various themes as well. Multiple themes can sometimes be related to one another. ചില പോയത്തിൽ നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള തീംസ് കാണാൻ, നേച്ചറും ലവറും അതേപോലെ ബാക്കിയുള്ള എല്ലാ തീംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോയംസും നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ തീമിൽ മാത്രമാണ് പോയം ഉണ്ടാക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ളതൊന്നുമില്ല. എത്ര തീം വേണമെങ്കിലും, മൾട്ടിപ്പിൾ തീമിലാണെങ്കിലും നമുക്ക് പോയം കാണാനായിട്ട് സാധിക്കും. ഇനി ദി മേജർ തീംസ് ഓഫ് ദി പോയം. ഈ പോയത്തിലുള്ള മേജർ തീംസ് ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, എന്താണ്, സ്നേഹമാണ് അല്ലേ. നമ്മുടെ ബ്ലസ്ഡ് ഡാമോസൈലും അവളുടെ ഭൂമിയിലുള്ള കാമുകനും തമ്മിലുള്ള ഒരു സ്നേഹമാണ് മേജർ തീമായിട്ട് വരുന്നത്. രണ്ടാമത്തത് വരുന്നത് ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്. അതായത് ഒന്ന് ലവ് ബിയോണ്ട് ഡെത്ത്, എന്താണ്, മരിച്ചതിന് ശേഷവുമുള്ള ആ ഒരു സ്നേഹം, അത്രയും ആഴത്തിലുള്ള ആ ഒരു സ്നേഹം. രണ്ടാമത്തത് ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്. ഗ്രീഫ് എന്താണ്? ദുഃഖം, അതായത് മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ദുഃഖം എന്ന് പറയുന്നത്. പിന്നെ റിലീജിയൻ, ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നമ്മൾ കുറേ വട്ടായാലും പറയണു ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കവിതയാണത്, ആ ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ 3 തീമാണ് മെയിനായിട്ടും ഈ ഒരു പോയത്തിൽ വരുന്നത്. ഇത് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. തീം ഓഫ് ദി പോയം എന്ന് പറയുന്നത് ബ്ലസ്ഡ് ഡാമോസൈലിൻ്റെ തീം എന്താണെന്നുള്ളത് എഴുതാനായിട്ട് ഒരു 5 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ലവ് ബിയോണ്ട് ഡെത്ത്. ദി എഫെക്ഷൻ ആൻഡ് ഡിസയർ of two lovers for each other transcend time and death in the blessed damozel. The damozel can't be happy in heaven since she keeps waiting for her beloved. അതായത് സ്വർഗത്തിൽ പോലും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണില്ല. കാരണം എന്താണ്, അവളുടെ ലവർ അവളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് സ്വർഗത്തിൽ പോലും അവൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ മരണത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത അവരുടെ ആ ഒരു സ്നേഹത്തിനെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്. ഗ്രീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ദുഃഖം. Damosel's death triggered the poem's emotions of hope, desire and sadness. According to the poem, she has been dead for 10 years, but to the lover who remains on earth it feels 10 times than long. അതായത് പോയത്തിനനുസരിച്ചിട്ട് ഇവൾ മരിച്ചിട്ട് എത്ര വർഷമായിട്ടുള്ളൂ? 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവളുടെ ഭൂമിയിലുള്ള ഈ ഒരു ലവർക്ക് ഇതൊരു 10 ടൈംസ് ഇരട്ടിയായ പോലെയാണ് തോന്നുന്നത്. അതായത് 10 വർഷം എന്നുള്ളത് ആ 10 വർഷത്തിൻ്റെ 10 ടൈംസ് ഇരട്ടിയായ പോലെയാണ് തോന്നുന്നത്. അത്രയും ടൈം ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അവളുടെ ലവറിൻ്റെ. ദെൻ മൂന്നാമത്തേത് എന്താണ്? റിലീജിയൻ. ദി ലവ് ബിറ്റ്വീൻ ദി ഡാമോസൈൽ ആൻഡ് ഹെർ ലവർ ഇസ് ഡെപ്പിക്റ്റഡ് മോർ ഇൻ റിലീജിയസ് ടേംസ് ദാൻ ഇൻ റൊമാൻറ്റിക് ടേംസ്. അതായത് റൊമാൻറ്റിക് ടേംസിനേക്കാളും റിലീജിയസ് ടേംസിലാണ് ഈ ഒരു പോയം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ദി ബ്ലെസ്ഡ് ഡാമോസൈൽ ഷീ ഇമാജിൻസ് ദാറ്റ് ഹെർ ബിലൗഡ് വിൽ കം ടു ഹെർ ആൻഡ് ഷീ വിൽ ടേക്ക് ഹിം ടു മാരി ടു
പ്രൊക്ലെയിം ദെയർ ലവ്. അതായത് അവിടെ ആ ഒരു പ്രസൻസ്, മേരി എന്നുള്ള വ്യക്തിൻ്റെ പ്രസൻസ് കൂടി അവർ ആരാധിക്കണ ആ ഒരു രീതിയിലാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഞാൻ അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ കൈ പിടിക്കും എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ കൈ മേരി എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. ഞങ്ങളുടെ കൈ രണ്ടും മേരി കൂട്ടിച്ചേർത്ത് ഞങ്ങളെ ക്രൈസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അവിടുന്ന് അനുഗ്രഹിക്കും. അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവൾ എന്ത് ചെയ്യണത്, സ്വപ്നം കാണണത്. അങ്ങനെയാണ് പോയിറ്റ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റൊമാൻറ്റിക് ഫോം എന്നുള്ളതിനേക്കാളും ഉപരി ഒരു റിലീജിയസ് ഫോമിലാണ് ഇവളുടെ സ്നേഹം നമ്മളുടെ മുന്നിൽ എക്സിക്യൂട്ട് ചെയ്യണത്. They will be brought before Christ by Mary and they will be remain forever through in heaven. അതായത് ഇവള് സ്വപ്നം കാണുന്നതാണ് കേട്ടോ, പോയം അങ്ങനെയല്ല അവസാനിക്കണത്. സ്വർഗത്തിൽ തന്നെ മേരി ഇവളുടെ കൈ കൂട്ടിച്ചേർത്ത് ക്രൈസ്റ്റിനെ കണ്ടതിന് ശേഷം ഇവർ സ്വർഗത്തിൽ ഹാപ്പി ആയിട്ട് ഫോർ എവർ ജീവിക്കും എന്നുള്ള ആ ഒരു ഡ്രീമാണ് ഇവൾ കാണുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് ഇവർ ഒന്നിച്ചു എന്നുള്ള രീതിയിലൊന്നും ആരും എഴുതി വയ്ക്കരുത്. ഇവർ സ്റ്റിൽ അപ്പാർട്ടാണ്. അതായത് രണ്ടുപേരും ഒരു അകലെ തന്നെയാണ്. എവിടെയാണോ പോയം തുടങ്ങുമ്പോൾ അവരുണ്ടായിരുന്നത് അവിടെ തന്നെയാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത്. ഓക്കെ, അതിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചു അങ്ങനെയല്ല. ഇവൾ സ്വപ്നം കാണുകയാണ്, രണ്ടുപേരും ഒരുമിക്കണത് സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കാണുന്നതും എങ്ങനെയാണ്, റിലീജിയസ് ആയിട്ടുള്ള രീതിയിലാണ്. ഇനി ഇമേജറി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വിഷ്വൽ ഇമേജറി ഉണ്ട്, ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, ഓൾഫാക്ടറി ഇമേജസ് ഉണ്ട്, ഇമോഷൻസ്, സെൻസേഷൻസ്, ഇതെല്ലാം ഇമേജറിയിലാണ് വരണത്. ഇമേജറി, വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള, അതായത് ഗോൾഡൻ ബാർസ് ഓഫ് ഹെവൻ എന്ന് പറയുമ്പോൾ, ഹെവൻ എന്താണ്, സ്വർഗം അല്ലേ. സ്വർഗത്തിലെ ഗോൾഡൻ ബാർസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടെങ്കിലും ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് അല്ലേ. സ്വർഗത്തിലുള്ള ആ ഒരു ഗോൾഡൻ ബാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ് ചെറുതായിട്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വിഷ്വൽ ഇമേജ് എന്ന് പറയാൻ പറ്റും. ഇനി ഓഡിറ്ററി ഇമേജ്, ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഭൂമിയിലുള്ള ഒരു കിളി കേട്ടിട്ട് ആ കിളി ഭൂമിയിൽ നിന്നും പാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാടുന്ന ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഇവളുടെ ലവറായിട്ടുള്ള പാർട്ട്ണർ, ഇവളുടെ പാർട്ട്ണർ ഭൂമിയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നടുക്ക് എന്ത് വന്നു, ഒരു ബേർഡ് വന്നു. ഇവൾ പാടുന്നത് ഈ ഭൂമിയിലുള്ള ബേർഡ് കേൾക്കുന്നുണ്ട്, ബേർഡ് പാടുന്നത് ആര് കേൾക്കുന്നുണ്ട്, ഈ ലവർ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിങ്സ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഉണ്ടാവണ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഓഡിറ്ററി എന്ന് പറയുന്നത് അല്ലേ. ഓഡിബിൾ ആണോ എന്നൊക്കെ ചോദിക്കണ കേട്ടിട്ടില്ലേ, അതായത് കേൾക്കാമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, പാട് അല്ലെങ്കിൽ കുയിൽ പാടുന്നു, ബേർഡ് സിങ്സ് എ സോങ്, എന്താണെങ്കിലും സൗണ്ട് റിലേറ്റഡ് ആയിട്ട് വന്നാൽ നമ്മൾ അതിനെ ഓഡിറ്ററി ഇമേജ് എന്ന് പറയും. ഇനി ഓൾഫാക്ടറി ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സെൻസ് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും മണക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ രീതിയിലാണ് എന്ത് വരുന്നത്, ഓൾഫാക്ടറി ഇമേജസ് വരുന്നത്. ഇനി ത്രൂ ഔട്ട് ദി പോയം ദി പോയറ്റ് യൂസസ് റിലീജിയസ് ഇമേജറി. നമ്മൾ പറഞ്ഞതാണ് പലവട്ടം അല്ലേ, ഒരു ക്രിസ്ത്യൻ ഇമേജറിയാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, മെൻഷൻസ് ദാറ്റ് ദി ഡാമോസൽ ഈസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഷീ വിൽ ബി ഏബിൾ ടു കൺവിൻസ് മേരി ആൻഡ് ജീസസ് ടു ലെറ്റ് ഹെർ ലവർ സ്റ്റേ വിത്ത് ഹെർ ഇൻ ഹെവൻ ഫോർ എവർ വെൻ എവർ ഹി ഗെറ്റ്സ് ദർ. അതായത് ഹെവനിലേക്ക് ഈ ഇവളുടെ പാർട്ട്ണർ പ്രവേശിക്കുകയാണെങ്കിൽ, ഇവളുടെ ലവർ പ്രവേശിക്കുകയാണെങ്കിൽ മേരീനെയും അതേപോലെ ക്രൈസ്റ്റിനെയും ഒക്കെ കൺവിൻസ് ചെയ്തെടുത്തിട്ട് ഇവളും ഇവളുടെ പാർട്ട്ണറും കൂടി ഒരുമിച്ച് ഫോർ എവർ ആയിട്ട് ജീവിക്കാം എന്നുള്ള, അത് കൺവിൻസ് ചെയ്തെടുക്കും എന്നുള്ള രീതിക്കാണ് ഇവൾ ആ ഒരു പോയത്തിൽ പറയുന്നത്, ആഗ്രഹിക്കുന്നത്, ഡേ ഡ്രീം കാണുന്നത്. അപ്പോൾ അതെല്ലാം ശരിക്കും എന്താണ്, ഒരു ക്രിസ്ത്യൻ ഇമേജറിയാണ് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളത്. ഇനി സിമ്പിൾസ് നമ്മൾ ഓൾറെഡി സമ്മറി പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് നോക്കുക, പ്യൂരിറ്റി ആൻഡ് ബ്ലെസ്ഡ്നെസ്, അതായത് ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു അവസ്ഥ, അതേപോലെ തന്നെ ഒരു പ്യുവറായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള എന്നൊക്കെ രീതിയിലാണ് വൈറ്റ് എന്നുള്ള കളറ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വെള്ള, വൈറ്റ് എന്നുള്ള കളർ അവിടെ, വൈറ്റ് റോസസ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ആ വൈറ്റ് എന്നുള്ള കളർ സൂചിപ്പിച്ചിരിക്കുന്നത് പ്യൂരിറ്റിനെയും ബ്ലെസ്ഡ്നെസ്സിനെയാണ്. ഇനി ഈ റോസസിൽ എന്തുണ്ടാവും, മുള്ളുകൾ ഉണ്ടാവും. മുള്ളുകളിനെ എന്താ പറയുക, തോൺസ് അല്ലേ. ഈ തോൺസ് സൂചിപ്പിച്ചിരിക്കുന്നത് ക്രൂസിഫിക്ഷൻ ആണ്, അതായത് കുരിശ് മരണം എന്നിട്ട് പുനരുദ്ധാരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ക്രിസ്ത്യൻ മതത്തിൽ വരുന്ന കാര്യങ്ങളെ, അതായത് ക്രൈസ്റ്റ് ഇങ്ങനെയാണ് മരിച്ചത്, അപ്പോൾ ആ ഒരു രീതിക്ക്
തോൺസ് എന്നുള്ളത് മുള്ള്, റോസാപ്പൂവിന് മുള്ളുണ്ടാവില്ല, അപ്പോൾ ആ മുള്ള് തോൺസ് എന്നുള്ളത് അതിനെയൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വൈറ്റ് എന്നുള്ള കളർ, വൈറ്റ് റോസസ് ആണല്ലോ, വൈറ്റ് എന്നുള്ള കളർ പ്യൂരിറ്റിനെയും ബ്ലസ്നെസ്സിനെയും ഒക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സൂചിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്, സിമ്പിൾസ് വരുന്നത്. ഇനി ലിലി ഈസ് അനദർ ഫ്ലവർ ദാറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആസ് ക്രിസ്ത്യൻ സിമ്പിൾ. ക്രിസ്ത്യൻ സിമ്പിളായിട്ട് കൂടുതലും യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഫ്ലവറാണ് എന്തെന്ന് പറയുന്നത്, ലില്ലി എന്ന് പറയുന്നത്. 3 ലില്ലി പൂക്കൾ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഫസ്റ്റിൽ. ദ ഡാമോസൽ ഇൻ ദിസ് പോയം holds 3 lilies which represents the Holy Trinity. നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞതാണ് 3 ലില്ലി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, 3 എണ്ണം, ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹോളി ട്രിനിറ്റി, അതായത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അങ്ങനെ ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് ആണ്. ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. ഇങ്ങനെ ഹോളി ട്രിനിറ്റിനെയാണ് ഈ ഒരു ലില്ലി, 3 ലില്ലി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ദി സ്ട്രെങ്തൻ ദി ഡാമോസൈൽസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹെർ റിലീജിയസ് കമ്മിറ്റ്മെൻറ്റ്. അതായത് ഇവളുടെ ലവറിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ലാതെ ഗോഡ്, ദൈവത്തിനോടും വിശ്വസനീയമായിട്ടുള്ള രീതിയിലും വിശ്വസ്തതയിലും ഇവൾ എന്താണ്, നല്ല ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് അവളെ അങ്ങനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഫോം, ആ ഒരു ഫോം ഏതാണ് പോയത്തിൽ, ആ ഒരു റൈമിങ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം റൈമിങ് സ്കീം എന്താണെന്ന്. നമുക്കറിയാം നമ്മുടെ പോയവിടെ. ഓക്കെ, ഇതിൽ റൈമിങ് സ്കീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈമിങ് വേർഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. റൈമിങ് വേർഡ് എന്താണ്, ഒരേ രീതിയിൽ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ സെയിം സ്പെല്ലിങ്, സെയിം സൗണ്ട് വരുന്നതാണ്. ഇപ്പോൾ ബെഡ്, അതേപോലെ ഹെഡ്, അപ്പോൾ അതെന്താണ്, റൈമിങ് വേർഡ്സ് ആണ്. ബെഡ്, ഹെഡ് ഒരേ രീതിയിലുള്ള സൗണ്ടിലാണ് അത് എൻഡ് ചെയ്യണത്, അപ്പോൾ അത് റൈമിങ് വേർഡ്സ് ആയിട്ട് വരും. ദെൻ ഇതിൽ ഏതൊക്കെയാണ്, ഹെവൻ, ഈവൻ, 7 കണ്ടോ, 2ാമത്തെ വരിയിൽ, 4ാമത്തെ വരിയിൽ, പിന്നെ 6ാമത്തെ വരിയിൽ. ഹെവൻ, ഈവൻ, 7 മൂന്നും അവസാനിക്കുന്നത് ഒരേപോലെയല്ലേ, എൻ എന്നല്ല അവസാനിക്കുന്നത്. അപ്പോൾ അതിന് 3ഉം സെയിം ലെറ്റർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓരോ ലെറ്റർ കൊടുക്കുക. ആദ്യത്തെ ലൈനിന് ഒരു ലെറ്റർ കൊടുക്കുക. അപ്പോൾ ദി ബ്ലെസ്ഡ് ഡാമോസേൽ ലീൻഡ് ഔട്ട്, അതെന്തായിട്ട് കൊടുക്കുക, എ ആയിട്ട് കൊടുക്കുക. ഇനി 2ാമത്തെ ലൈനിന് ഫ്രം ദി ഗോൾഡ് ബാർ ഓഫ് ഹെവൻ, ബാക്കിയുള്ള ലെറ്റേഴ്സ് ഒന്നും നോക്കണ്ട. റൈമിങ് സ്കീം നോക്കുമ്പോൾ നമ്മൾ അവസാനത്തെ ആ ഒരു ലെറ്റർ മാത്രമേ നോക്കുള്ളൂ. ലെറ്റർ അല്ല, ആ ഒരു സൗണ്ട് ഒരേപോലെ വന്നാൽ നമ്മൾ അതിനെ റൈമിങ് വേർഡ്സ് എന്ന് പറയും അല്ലേ. ദെൻ 2ാമത്തെ ലൈൻ നോക്കിയേ, ഫ്രം ദി ഗോൾഡ് ബാർ ഓഫ് ഹെവൻ, ഹെവൻ എൻ എന്നാണ് അവസാനിക്കുന്നത് അല്ലേ. ഹെവൻ പറയണ സമയത്താണ്, ഒരു സ്പെല്ലിംഗ് അല്ല. ദെൻ അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ബി എന്ന് കൊടുക്കും. കാരണം എ എന്ന് കൊടുക്കാൻ ഇനി പറ്റില്ല, ആദ്യത്തെ വരിയിലുള്ള അതേപോലത്തെ സൗണ്ട് അല്ലല്ലോ 2ാമത്തേതിൽ കേട്ടത്, അപ്പോൾ എ എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ബി എന്ന് കൊടുക്കും. ദെൻ 3ാമത്തേത് നോക്കിയേ, ഹെർ ബ്ലൂ ഗ്രേവ് ഐസ് വെർ ഡീപ്പർ മച്ച്. അപ്പോൾ അതും എന്തല്ല, ഈ ഒരു രീതിക്ക് വരുന്നതല്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് കൊടുക്കും, സി എന്ന് കൊടുക്കും. ഇപ്പോൾ എ, ബി, സി ആയിട്ടുണ്ട്. ഇനി 4ാമത്തത് ദാൻ എ ഡീപ്പ് വാട്ടർ ഈവൻ ഏതാണ്, ഹെവൻ, ഈവൻ അല്ലേ, ഒരേപോലെയല്ലേ വരുന്നത്. അപ്പോൾ ഹെവനിന് നമ്മൾ കൊടുത്ത ലെറ്റർ ഏതായിരുന്നു, ബി ആയിരുന്നു അല്ലേ. അപ്പോൾ ഈവൻ എന്നുള്ളതിനും നമ്മൾ എന്ത് ലെറ്റർ കൊടുക്കണം, ബി ലെറ്റർ കൊടുക്കണം. അപ്പോൾ ഇപ്പം എന്തായി അവസ്ഥ, എ, ബി, സി, ബി. ഇനി ഷീ ഹാഡ് 3 lilies ഇൻ ഹെർ ഹാൻഡ്. അപ്പോൾ അവിടെ എന്താ വന്നിട്ടുള്ളത്, വേറൊരു വാക്ക് അല്ലേ, നമ്മൾ മുന്നേ കാണാത്ത വേറൊരു വാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കും, ഡി എന്ന് കൊടുക്കും. ഓക്കെ, എ, ബി, സി നമ്മൾ കൊടുത്തു, ഇനി ഡി എന്ന് കൊടുത്തു. ഇനി ആൻഡ് ദി സ്റ്റാർസ് ഇൻ ഹെർ ഹെയർ വെർ 7 അല്ലേ. 7, ഈവൻ, ഹെവൻ, 3 ഒന്നല്ലേ. ഹെവന് നമ്മൾ ഏത് ലെറ്ററാണ് കൊടുത്തത്, ബി ലെറ്ററാണ് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മൾ ഈവൻ എന്നുള്ളതിനും ബി ലെറ്റർ കൊടുക്കും, പിന്നെ 7 എന്നുള്ളതിനും ബി ലെറ്റർ കൊടുക്കും. കാരണം ഒരേപോലെയുള്ളതല്ലേ, അപ്പോൾ ഒരേ ലെറ്റർ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ റൈമിങ് സ്കീം എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, എ, ബി, സി, ബി, ഡി, ബി. കണ്ടോ റൈമിങ് സ്കീം വന്നത് ഏതാണെന്നുള്ളത്, എ, ബി, സി, ബി, ഡി, ബി. ഇത് കാണാതെ പഠിക്കണ്ട, നമുക്ക് പോയം അവർ തരും. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഈ പോയം ചോദിക്കുകയാണെങ്കിൽ അവർ തരേണ്ടതാണ്. ഇനി പതിവ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, 2nd ലൈനും 4th ലൈനും 6th ലൈനിലെയും സെയിം ആണ്, റൈമിങ് വേർഡ്സ് ആണ് വരുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് 3ഉം ബി എന്ന് എഴുതാം, ബാക്കിയുള്ളത് എ, ബി, സി, ഡി അങ്ങനെ ഓർഡറിൽ എഴുതി പോവുക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ.
ഇനി 6 ലൈൻസ് അടങ്ങുന്ന സ്റ്റാൻസാസ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ കഥ എഴുതുമ്പോൾ ഓരോ പാരഗ്രാഫ് കാണില്ലേ, അങ്ങനെ പാരഗ്രാഫ് കാണുന്നതിന് നമ്മൾ ഓരോ കഥ എഴുതുമ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടായിട്ടുള്ളതിന് നമ്മൾ പാരാഗ്രാഫ് എന്ന് പറയും. അതേപോലെ ഇങ്ങനെ പോയത്തിൽ വരുന്നതിന്, പോയത്തിലാണ് അങ്ങനെ പാരാഗ്രാഫായിട്ട് തിരിക്കണത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫിന് ഇപ്പോൾ വി വിൽ ഡൂ ദസ് ആൻഡ് ദസ് എന്ന് തുടങ്ങിയിട്ട് ആൻഡ് പീസ് ഷോൾ ബി വിത്ത് അസ് അതുവരെ അവസാനിക്കുന്ന ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ ഒരു പാരഗ്രാഫിനെ നമ്മൾ സ്റ്റാൻസ എന്നാണ് പറയാ. ഓക്കെ, പോയത്തിൽ നമ്മൾ എന്ത് പറയും? സ്റ്റാൻസ എന്ന് പറയും. നമ്മൾ സമ്മറിയിലൊക്കെ പാരാഗ്രാഫ് എന്ന് പറയണ പോലെ പോയത്തിൽ നമ്മൾ എന്ത് പറയും? സ്റ്റാൻസ എന്ന് പറയും. അങ്ങനെ എത്ര സ്റ്റാൻസ ഉണ്ട്? 24 സ്റ്റാൻസ ഉള്ള ഒരു പോയമാണ്. ഓരോ സ്റ്റാൻസയിലും 6 ലൈൻ വീതമാണ് ഉള്ളത് അല്ലേ? എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 അല്ലേ? 6 ലൈൻ വീതമാണ് അല്ലേ? മുകളിലത്തെ ലൈൻ 5 എണ്ണം അല്ലേ? ഓക്കെ, കോമൺലി എന്താണ്? 6 ലൈൻ വീതമാണ് ഒരു 24 സ്റ്റാൻസ അടങ്ങുന്ന 6 ലൈനായിട്ടാണ് ഈ ഒരു പോയം തരം തിരിച്ചിരിക്കുന്നത്. പിന്നെ റൈമിംഗ് സ്കീം വരുന്നത് ABCBDB ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോയം വരുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ താങ്ക് യു.